അത് നമുക്ക് ടേസ്റ്റി ആയിട്ട് കിണത്തപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിലൊരു 1.5 ഗ്ലാസ് അരി 2.5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതായിരുന്നു. അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. മൊത്തം ഇട്ടിട്ട് ഞാൻ കാണിച്ചിട്ട് ഞാൻ 50-50 ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൊത്തം അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി ഒരു 5 ഏലക്കായ തൊലി കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അരി എടുത്ത ഗ്ലാസ് കൊണ്ട് തന്നെ ഒരു 2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ സ്ഥലമില്ലെന്ന് എനിക്കറിയാം, എന്നാലും ജസ്റ്റ് കാണിച്ചിട്ട് അതൊന്ന് 50-50 ആക്കാനായിട്ട്. വേറെ പാത്രം എടുക്കായിരുന്നു, അപ്പോൾ ഞാനിതിലിട്ട് പോയി. അപ്പോൾ 2 ഗ്ലാസ് പഞ്ചസാര, ഒരു നുള്ളു ഉപ്പിടാം. അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ട് പകുതിയായിട്ട് ചെയ്യാനായിട്ട്. അത് ഒരു നാളികേരത്തിൻ്റെ 2-ാം പാലാണ് കേട്ടോ. 2-ാം പാല് പകുതി ഒഴിച്ചു കൊടുത്ത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അടുത്ത പ്രാവശ്യം അരച്ചിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് ഇനി നമുക്ക് അരിച്ചെടുക്കണം. ഇതുപോലെ തന്നെ ബാക്കി പകുതിയും കൂടി നമുക്ക് അരിച്ചെടുക്കാം. ഈ അരി ബാക്കിയുള്ളത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള 2-ാം പാലും കൂടി ഒഴിച്ച് അരച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അരിച്ചെടുക്കണം. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ എളുപ്പം പെട്ടെന്ന് കഴിയട്ടെ. ഞാനീ പറയുന്ന ഒരു ഇതൊന്നുമില്ല, പെട്ടെന്ന് കഴിയും. അപ്പോൾ അതും കൂടി അരിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് കഷ്ടി തമ്പാലുണ്ട്, ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ, അരി എടുത്ത ഗ്ലാസ്സിൻ്റെ. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുത്തില്ല. ഇതിൽ തമ്പാലെന്ന് പറയുന്നത് ഞങ്ങൾ 1-ാം പാലിൻ്റെയാണ് കേട്ടോ. ഇനി ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നെയ്യ് പുരട്ടിയ പാത്രത്തിൽ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ വളരെ കട്ടി കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. പാത്രത്തിൻ്റെ പകുതി ഒഴിച്ചാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഈ കത്തി കൊണ്ട് ചെയ്യുന്ന, വേറെ എന്തെങ്കിലും സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കാം. ഇതിപ്പോൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കിണ്ണത്തപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ കിണ്ണത്തപ്പം ഉണ്ടാക്കിയത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ആ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.